ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം 2 ദിവസം ബുധനും വ്യാഴവും അവധി വന്നേക്കുവാണല്ലോ. കറക്റ്റ് ആഴ്ചയുടെ നടുക്കാണ് അവധി വന്നത്. അപ്പോൾ നമുക്ക് അയക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം DTDC അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിത് ഒത്തിരി പെൻഡിങ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. പ്ലാൻസുകൾ ഇങ്ങനെ ഒത്തിരി ഓർഡറുകൾ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പെൻഡിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് ഫൈക്കസ് വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട്, ബോൺസായി ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫൈക്കസിന്റെ തന്നെ വെറൈറ്റി കാണിച്ചു പോവാം കേട്ടോ. 3 വെറൈറ്റികളാണ്. 3 നമുക്ക് സാധാരണ ഫൈക്കസ് കോമ്പാക്റ്റ നമുക്ക് ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 150യുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ 2 വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആദ്യം കാണിച്ചു പോകാം. ഇതാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന നമ്മൾ സാധാരണ സെയിൽ ചെയ്യാറുള്ള ഫൈക്കസ് കോമ്പാക്റ്റ. ഒരു പോട്ടിൽ 3 പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഇതിന്റെ റേറ്റ് വരുന്നത് 150 ആയിരുന്നു റേറ്റ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 150 ആയിരുന്നു റേറ്റ് വരുന്നത്. അതിന്റെ ഒരു സൈസും കൂടെ മുകളിലേക്കുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ നല്ല ഭംഗിയായതും കാണാനായിട്ട്. സെയിം പ്ലാന്റുകൾ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള പോട്ട് സൈസ്, കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഇതാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 250 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ ഇത് ഒരെണ്ണം നടണമെന്ന് വിചാരിച്ചേക്കുവാന്ന് വെച്ചാൽ ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. എന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് നല്ല ബോൾ ഷേപ്പിലൊക്കെ നിർത്താമല്ലോ. ഇങ്ങനെ കേട്ടോ. അതിൻ്റെ തന്നെ നമ്മുടെ ബോൺസായി ഇതിലായിട്ട് വരുന്ന ഒരു പ്ലാന്റ് കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെയായിട്ട് വരുന്നത്. ഇങ്ങനെ. അപ്പോൾ താല്പര്യമുള്ളവർ കാറ്റലോഗിൽ ഇതെല്ലാം ഉണ്ട്. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമായിട്ട് ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കത് കാറ്റലോഗൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കാറ്റലോഗ് എടുക്കാൻ പറ്റുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഒത്തിരി പേര് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഫിറ്റോണിയ വന്നിട്ടുണ്ട്. ഫിറ്റോണിയ ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് വന്നത്. ഫിറ്റോണിയ പിങ്ക്. ഇത് നമുക്ക് കോംബോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഫിറ്റോണിയ പിങ്കും ഫിറ്റോണിയ ഗ്രീൻ ആണ് ഇത് വന്നേക്കുന്നത്. ഗ്രീനും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ. ഇത് പിങ്കും ഒരു ഗ്രീനും ഒക്കെ കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇത് കാണിക്കുമ്പോഴത്തേക്കും ഒരു കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അപ്പോൾ അടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇത് വരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത് കോംബോ ആയിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. 250 ആണ് റേറ്റ് വരുന്നത് 2 പ്ലാന്റിനും കൂടെ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇത് പെട്ടെന്നൊക്കെ നല്ല ഇതാകട്ടോ. അധികം വെള്ളം കൊടുക്കാതിരുന്നാൽ മതി. നമുക്ക് നല്ല രസമായിട്ട് ഇങ്ങനെ പടർന്ന് നല്ല രസമായിട്ട് വരുവേ. അപ്പോൾ അങ്ങനെ അത് 2 കേട്ടോ. പിന്നെ നമ്മളുടെ സാൻസവേരിയുടെ കോംബോ ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പ്ലാന്റുകൾ. ഒരു ട്വിസ്റ്റഡും ഇതൊരു ഗോൾഡ് എന്ന് പറഞ്ഞുള്ള വെറൈറ്റി നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതും വരുന്നത് 270 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ. പിന്നെ നമുക്ക് സാൻസവേരിയ നമ്മളുടെ ആ വെറൈറ്റികളൊക്കെ മിക്കാഡോ ഗ്രീൻ, പിന്നെ മിക്കാഡോ സിൽവർ, ഇങ്ങനെ. പിന്നെ ലില്ലിപ്പുട്ട്, ഇതെല്ലാം കൂടെ മറിഞ്ഞു പോകുന്നു. ലില്ലിപ്പുട്ട് സ്റ്റോക്കിലുണ്ട്. ഒരു ബേബി പ്ലാന്റും കൂടെയുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വലിയ ഒരു ബേബിന്ന് ഇതിനെ പറയാൻ പറ്റുന്നില്ല. അതെ, വലിയ പ്ലാന്റാണ്. അത് ചെറിയ പ്ലാന്റുകൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയുള്ള ചെറിയ പ്ലാന്റുകളായിട്ട് അങ്ങനെയുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളുടെ സിൽവർ പ്രിൻസസ് അതേപോലെ തന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്ത് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം വരുന്നത് നല്ല പ്ലാന്റ് വരണേ എന്ന് ആഗ്രഹിക്കുമായിരുന്നു. ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉള്ള മിനിമം 3 ഷൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. 3 പ്ലാന്റുകളാണോ എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് നമുക്ക് എല്ലാം കൂടെ തിക്കായിട്ടുള്ള വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. 3 പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പോട്ടിൽ. പിന്നെ ഈ ക്രിപ്റ്റാന്തസ് റൂബി റെഡ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി വരുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കളർ കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ സൺലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കളറിലേക്ക് വന്നോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല. നല്ല രസമായിട്ട് തന്നെ വളർന്നു വന്നോളും. ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരാത്ത വെറൈറ്റിയാണ് ക്രിപ്റ്റാന്തസ് വെറൈറ്റി. നമുക്ക് പോട്ട് നിറച്ച് ചെറിയ തൈകളൊക്കെ വരുമ്പോഴത്തേക്കും മാറ്റിയൊക്കെ നടാം കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് ഹവോത്തിയ വെറൈറ്റി. ഇത് മാത്രമാണ് ഹവോത്തിയ സ്റ്റോക്കിലുള്ളൂ. നമുക്ക് നേരത്തെ ഒത്തിരി വെറൈറ്റികളൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വെറൈറ്റി വരുന്നുള്ളൂ. ഞാൻ കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ വെറൈറ്റികൾ. പിന്നെ നമ്മളുടെ ഇത് ബോൺസായി സിലിണ്ട്രിക്ക. ഈ ഒരു സൈസിൽ കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റ്.
അത് കഴിഞ്ഞു. ഇനി പിന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ. ഒത്തിരി ഇത് വരുന്നുണ്ട്, എൻക്വയറി വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, കാണാനായിട്ടും രസമാണ്. 2 പ്ലാന്റുകൾ ആണ് ഉണ്ടായിരിക്കുക ഇതാ ഇങ്ങനെ. പക്ഷെ ചിലതിലൊക്കെ 3 പ്ലാന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയുള്ളതൊക്കെ കുഞ്ഞ് പ്ലാന്റ് അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് 3ആയിട്ടൊക്കെ മാറ്റി നടാട്ടോ, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു കുഞ്ഞ് പോട്ടോടും കൂടി അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3ആയിട്ട് മാറ്റി നടണമെങ്കിൽ അങ്ങനെ നടാം. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. നല്ല രസമാണ്. ഒരു ഇത് കണ്ടോ, ട്രയാങ്കുലർ, നല്ല രസമാണ്. ഫൈക്കസ് വെറൈറ്റിയാണ് വരുന്നത്. ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ അല്ല കേട്ടോ. കൂടുതൽ പേര് ചോദിക്കുന്നുണ്ട് ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ അല്ല. ഇങ്ങനെയുള്ള വേരിഗേറ്റഡ് വെറൈറ്റി ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് സ്യൂട്ടബിൾ അല്ല. എന്നാലും നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ട് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അകത്തേക്ക് സെറ്റ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. പിന്നെ അതാ വലിയ പ്ലാന്റ് ഈ പ്രാവശ്യം വന്നേക്കുന്ന കുറച്ചും കൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ലേ, എൻ്റെ പ്ലാന്റ് കാണിച്ചില്ലേ, അത്രയൊന്നും ഇല്ലെങ്കിൽ ഏകദേശം അത്രയിലേക്കൊക്കെ ഒരു ചെറിയ ജോഡി വലിപ്പമുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നല്ല രസമുള്ള ഫിലാഡൻഡ്രോൺ മൂൺഷൈൻ വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് 2 വെറൈറ്റി വരാറുണ്ടല്ലോ. ഇത് വലിയ ഇലയാവുന്ന അങ്ങനത്തെ വെറൈറ്റിയാണ്. ഫിലാഡൻഡ്രോൺ തന്നെ നമ്മളുടെ ഫ്ലോറിഡ ബ്യൂട്ടി, ഇതാണ് ഇലയുടെ പാറ്റേൺ വരുന്നത്. പാറ്റേൺ ആയി വരുന്നേ ഉള്ളൂ. ഇതാഹിങ്ക് കണ്ടോ. കൂടുതൽ ഷൂട്ടുകളൊക്കെയാണ് കേട്ടോ. ഇതിൽ 1 2 3 4 പ്ലാന്റുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മാറ്റിയിട്ട് 2 പോട്ടുകളിലേക്ക് വേങ്ങി നടാം, അല്ലെങ്കിൽ ഒറ്റ പോട്ടിൽ വന്നിട്ട്. ഇതൊക്കെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി താങ്ങ് കൊടുക്കേണ്ട പ്ലാന്റുകളാണ്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് താങ്ങ് കൊടുത്ത് നല്ല രസമാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ നമ്മളുടെ ഇത് വന്നിട്ടുണ്ട്, ബാംബൂ പാം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സൈസിലാണ് വന്നേക്കുന്നത് കേട്ടോ. കുറച്ച് ഹൈറ്റ് കുറവാണ്, എന്നാലും നല്ല ഭംഗിയായിട്ട് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് അരേക്ക പാമ്പും സ്റ്റോക്കിലുണ്ട് കേട്ടോ. നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ മതി, അതും സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ ഹോപ്പ് സ്റ്റോക്കിലുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇത് കേട്ടോ, നമ്മളുടെ ഡ്രസീന വെറൈറ്റി, ഡ്രസീന ദാരാസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ദാരാസിംഗ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നഴ്സറികൾ അവരുടേതായ പേരുകളൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും. ചിലപ്പോൾ അത് കണ്ടുപിടിച്ച് അത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയ ആളുടെ പേരായിരിക്കും ദാരാസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷേ കോമൺ ആയിട്ടുള്ള പേര് ഡ്രസീനയാണ്. ഡ്രസീന വെറൈറ്റി മൂൺലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഫോറിൻ രാജ്യത്ത് ഇവരായിരിക്കുമല്ലോ കണ്ടുപിടിച്ച്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പേരിൽ. ഈ ഒരു വെറൈറ്റി അത് നിങ്ങൾ കണ്ടോ, നല്ല രസമാണ് കേട്ടോ. രസമുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്. ഞാൻ ഇവിടെ പോയപ്പോൾ മലേഷ്യയിൽ പോയപ്പോൾ ഹോട്ടലിലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വലിയ പോട്ടുകളിലൊക്കെ വെച്ചേക്കണുണ്ട്. നല്ല രസമാണ്. അപ്പോൾ ജനലിലേക്കൊക്കെ വെച്ചിട്ടേ നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ മതി. ഇത് നമുക്ക് അഗ്ലോണിമ വെറൈറ്റി ഒരു പോട്ടിൽ 2 പ്ലാന്റിൻ്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. 2ആക്കി നടാം, അല്ലെങ്കിൽ 2ആണെന്ന് എനിക്ക് തോന്നുന്നു. 2ആയിട്ട് ചേർത്ത് നട്ടേക്കണ്ടാണ്, അതോ ഷൂട്ടാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പോട്ടിൽ നിന്ന് എടുത്തിട്ടാണല്ലോ മനസ്സിലാവുള്ളൂ. ആദ്യത്തെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയാം. പിന്നെ ഡയമണ്ട് റെഡ് അങ്ങനെ ഇതൊക്കെ പറയാം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഞാൻ 2 പ്ലാന്റുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള 2 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും കേട്ടോ. ചിലതിൽ 3 എണ്ണം കാണുന്നുണ്ട്, ബേബി പ്ലാന്റുകളും കൂടെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും ഇല്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളത് അങ്ങനെ തന്നെ നമ്മൾ വിടുമല്ലോ, മാറ്റി നടന്ന ഇതൊന്നുമില്ലല്ലോ. ഇത് നമ്മളുടെ 1000 ഹാർട്ട്, മില്ലേനിയം ഹാർട്ട് എന്നൊക്കെ പറയും. ഇത് കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ പാറ്റേൺ മനസ്സിലായില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇത് കേട്ടോ. ഇതിങ്ങനെ ഒരു തണ്ടുമ്മ കുരുന്ന് അതിൻ്റെ ഇലകൾ ഇങ്ങനെ വന്നിട്ടുള്ള പ്ലാന്റ്. ഒരു ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ കണ്ടോ അടിഭാഗത്ത് കണ്ടോ ഏരിയൽ റൂട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊക്കോപീറ്റ് ഒക്കെ നല്ല നനവുള്ള കൊക്കോപീറ്റ്, എപ്പോഴും നനവുള്ള കൊക്കോപീറ്റ് ആയിരിക്കും നല്ലത്. അതിലേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മീതി ഒന്ന് കൊക്കോപീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നെങ്കിൽ. അപ്പോൾ കട്ട് ചെയ്തിട്ട് അങ്ങനെയും പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒയാസിസ് മനസ്സിലായല്ലോ, നമ്മൾ ചെടിയൊക്കെ പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു പച്ച കളർ സാധനം ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് കുത്തി വെച്ചിട്ട് അങ്ങനെയും പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. ചിലവരൊക്കെ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അടിയിൽ ഒയാസിസ് വരുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിയിൽ ഒയാസിസ് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത്. ഇതിലും ഒയാസിസ് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കണത് കേട്ടോ. ഇത് പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ അങ്കുലാത്ത കേട്ടോ. കണ്ടോ പെപ്രോമിയ വെറൈറ്റി. ഇതാണ് പെപ്രോമിയ വെറൈറ്റിയുടെ പ്രത്യേകത. മിക്കവാറും തന്നെ ഇങ്ങനെ തിരി പോലെ പെപ്രോമിയ പെപ്പറിൻ്റെ ആ ഒരു സാമ്യം കേട്ടോ. ഈ സൈഡിലുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്
നമ്മുടെ ചൈന ഡോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. അടിയിൽ നല്ലോണം വേരുകളൊക്കെ ആയിട്ട് നല്ല പ്ലാന്റുകളാണ്. ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും. ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം ആകുമ്പോഴത്തേക്ക് അങ്ങനെ തിക്കായിട്ട് കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോട്ടിൽ 2 എണ്ണം ആക്കിയിട്ടാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 130 അങ്ങനെ ഏതാണ്ട് റേറ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ 150 താഴെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് നമ്മളുടെ മോൺസ്റ്റേറ വെറൈറ്റി, മോൺസ്റ്റേറ അഡൻസോണി എന്ന് പറയും, അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും. ഇതായി ഒരു തിക്കായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് സ്റ്റിക്ക് കൊടുക്കേണ്ട പ്ലാന്റുകളാണ് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞു പോകണ്ടേ, ചിലവർക്കൊക്കെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നടണ്ടേ അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ വളരും എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത് കണ്ട ഏരിയൽ റൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് 2 പോട്ടിലേക്കൊക്കെ മാറ്റി നടാനുള്ളതുണ്ട്. ഒറ്റ പോട്ടിൽ നടന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നട്ടതിന് ശേഷം നടുക്കൊരു സ്റ്റിക്ക് കൊടുത്തിട്ട് അങ്ങനെ കയറ്റി വിടാം കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് അനുസരിച്ച് വളർന്നതനുസരിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് തന്നെ വലുതാവുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്രാവശ്യം വന്നേക്കുന്നത് നിയോൺ പോത്തോസ് നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ കണ്ടോ, പേരൊക്കെ നന്നായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. രസമാണ് കാണാനായിട്ട്. ഇത് കണ്ട ചെറിയ പോട്ടിലാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫിലഡൻഡോൺ വെറൈറ്റിയാണ്. ഫിലഡൻഡോൺ ബ്രസീൽ. അതിൽ വേരിഗേഷൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കൂടെ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് കേട്ടോ. ചിലതായി ഈ ഇലകളിലൊന്നും വേരിഗേഷൻ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ മിക്സ് ചെയ്താണ് കേട്ടോ വന്നേക്കണേ. ഇതിലൊക്കെ വേരിഗേഷൻ കാണുന്നില്ല കേട്ടോ, ചില തണ്ടുകളിലൊന്നും. അങ്ങനെയൊക്കെ മിക്സ് ചെയ്താണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കും. ചിലപ്പോൾ പറയും ഇനി വേരിഗേഷൻ അധികം ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. മിക്സ് ചെയ്താണ് വന്നേക്കുന്നത്. അത് തന്നെ വേരിഗേഷൻ ഇല്ലാത്തതിന് വളർച്ച കൂടുതലായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരും കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇത് നമ്മളുടെ സിങ്കോണിയം വെറൈറ്റി. ഇത് കോപ്പർ സിങ്കോണിയം, അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഇതെന്താ റിംഗ് ഓഫ് ഫയർ. ഇതിൽ മിക്സ് ആയിട്ടാണ് വന്നേരുന്നത്. ചിലവർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വിട്ടതൊക്കെ വേരിഗേറ്റഡ് വെറൈറ്റിയൊക്കെ വിട്ടായിരുന്നേ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അതൊക്കെ റേറ്റ് കൂടിയതാണ്, എന്നാലും നമ്മൾ ആ റേറ്റിന് തന്നെ വിടുന്നേട്ടോ. ഞാൻ കാണാത്തതൊന്നുമല്ല, കണ്ടിട്ട് തന്നെ വിടുന്നേട്ടോ. വേരിഗേറ്റഡ് നമുക്ക് സാധാരണ കേസിൽ വരാറില്ല, പക്ഷെ കണ്ടിട്ട് തന്നെ ഞാൻ വിട്ടത്, കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ പ്ലൂട്ടോയുടെ ഒക്കെ സാമ്യമുള്ള ഇങ്ങനെ സ്വാഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്ലൂട്ടോ അതൊക്കെ സാമ്യമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൻ്റെ വേരിഗേഷൻ കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ ഇതിലൊക്കെയാണ് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. ചെറിയ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ 3 വെറൈറ്റി ZC പ്ലാന്റുകൾ. ബ്ലാക്ക് വെറൈറ്റി ഇതേ നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇത്രയും വലിപ്പം തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഇത് 1-2 പ്ലാന്റുകൾ അല്ലേ ഉണ്ടല്ലേ. അപ്പോൾ ഈ പ്ലാന്റ്. പിന്നെ നമ്മുടെ ഇത് CC ഡ്വാർഫ്, ഇത്രയൊക്കെ ഉള്ള പ്ലാന്റുകൾ. പിന്നെ CC ഗ്രീൻ, ഈ ഒരു റേഞ്ചിലുള്ള പ്ലാന്റുകൾ. ഇതെല്ലാം സ്റ്റോക്കിലുണ്ട്. ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ, ഹൗസ് വാമിക്കൊക്കെ ഉള്ളവർക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കാം കേട്ടോ. നേരത്തെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറഞ്ഞ രീതിയിൽ ഇൻഡോറിലേക്കൊക്കെ പ്ലാന്റുകൾ ഹൗസ് വാമിങ്ങിനൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എന്തോ ഒരു റേറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ വേഗം തന്നെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം മുമ്പൊക്കെ എങ്കിലും സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടൊക്കെ നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. നമ്മൾ ബുധനാഴ്ച തുടങ്ങിയായിരിക്കും പ്ലാന്റ്സുകളൊക്കെ. തിങ്കൾ ചൊവ്വ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. ബുധനാഴ്ച തുടങ്ങിയായിരിക്കും പ്ലാന്റ്സുകളൊക്കെ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഓർഡറുകളും കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.